നമുക്കറിയാം നമ്മുടെ കേരളത്തിലും ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി അപ്ലൈ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇനി അപ്ലൈ ചെയ്തവർ എത്ര ദിവസം കൊണ്ടാണ് ഇത് നമുക്ക് നമ്മുടെ ലൈസൻസ് നമ്മുടെ അഡ്രസ്സിൽ വരിക? ഇനി നമ്മുടെ അഡ്രസ്സിൽ തന്നെ വരൂ, അല്ലെങ്കിൽ RTO ഓഫീസിൽ നമ്മൾ സമീപിക്കണോ? അതുമല്ല, നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണോ, എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ എന്നൊക്കെ ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും തന്നെ നമ്മൾ അഡ്രസ്സിലേക്ക് അത് വരില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഈ സംശയങ്ങൾക്കൊക്കെ ഒരു മറുപടി എന്നോണമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അതായത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ആ അപ്ലൈ ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ ആ ഒരു ട്രാവൽസോ അല്ലെങ്കിൽ അക്ഷയോ എവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത്, അവർ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ എന്തായാലും തരും. നമ്മുടെ മൊബൈലിൽ എന്തായാലും OTP ആയിട്ടൊക്കെ വരും. കാരണം നമ്മൾ മൊബൈൽ നമ്പറോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ മൊബൈൽ നമ്പറിൽ എന്തായാലും മെസ്സേജ് വരും. ആ അപ്ലൈ നമ്പർ നമുക്ക് എന്തായാലും ആവശ്യമാണ് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എങ്ങനെയാണ് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ ഗൂഗിളാണ് ഓപ്പൺ ചെയ്തത്. ഗൂഗിൾ ക്രോം അല്ല കേട്ടോ, സാധാരണ G എന്ന ആ ഒരു ഐക്കണുള്ള ആ ഗൂഗിൾ തന്നെയാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. മൊബൈൽ ഈസി ആയിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ഗൂഗിൾ ഓപ്പൺ ചെയ്തു. സെർച്ച് ബാറിൽ ഇവിടെ പരിവാഹൻ സേവ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. പരിവാഹൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് എത്താൻ സാധിക്കും. ഇത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. പരിവാഹൻ സേവ എന്ന് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സൈറ്റ് ഓപ്പണായിട്ട് വരും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഇവിടെ ഏറ്റവും മുകളിൽ ഇടതുവശത്ത് ഒരു 3 ലൈൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. നിങ്ങൾ ഇവിടെ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക. ഞാനിവിടെ സ്റ്റേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കേരള എന്ന് ടൈപ്പ് ചെയ്യാണ്. അത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്ഷൻസുകൾ വരും. അതായത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഓൺലൈനായിട്ട് ഇവിടെ ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് DL എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്കിത് സ്മാർട്ട് കാർഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരുപാട് സ്റ്റെപ്സുകൾ നമ്മൾ ഇത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അത് നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് DL എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊക്കെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ സൈനൊക്കെ ചെയ്തിട്ട് അതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് സ്മാർട്ട് കാർഡിലേക്ക്, അതായത് സ്മാർട്ട് കാർഡിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാനതല്ല നിങ്ങൾ കാണിച്ചു തരുന്നത്. നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു സ്മാർട്ട് കാർഡിലേക്ക് അപ്ലൈ ചെയ്തത് കൃത്യമായിട്ട് അപ്ലൈ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനതിനായിട്ട് ഇത് സ്ക്രോൾ ചെയ്ത് ഏറ്റവും ലാസ്റ്റിലേക്ക് വരികയാണ്. വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്കിപ്പ് എന്ന ഭാഗമുണ്ട്. ഞാനിവിടെ സ്കിപ്പ് കൊടുക്കുകയാണ്. ഇങ്ങനെ സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൈസൻസ് മെനു എന്ന ആ ഒരു ഓപ്ഷൻ. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ഒരു ഓപ്ഷൻ. 2 ഓപ്ഷൻ ഉണ്ട് താഴെ. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ, അതായത് അപ്ലൈ കൊടുത്ത ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആ ഒരു നമ്പർ തന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ മൊബൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ടാകും. ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാൻ നേരത്തെ കോപ്പി ചെയ്തിട്ടുണ്ട്, അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് എൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ. അതിനുശേഷം നിങ്ങളുടെ ലൈസൻസിലുള്ള ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാണ്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ ഈ ക്യാപ്ച നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന ക്യാപ്ച കൃത്യമായിട്ട് നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. ഇനി നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല എങ്കിൽ ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്തിട്ട് ക്യാപ്ച നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നത് ആ ഒരു ക്യാപ്ച നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഇവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക.
ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാകും, സ്മോൾ ലെറ്റർ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായി ടൈപ്പ് ചെയ്യണം കേട്ടോ, എങ്കിൽ മാത്രമേ ഇത് വർക്കാകുകയുള്ളൂ. ഞാനിവിടെ അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യാണ്. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്ത ഫോട്ടോസുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, മറ്റുള്ള കാര്യങ്ങൾ, എത്രാം തീയതിയാണ് ഇവിടെ അപ്ലൈ കൊടുത്തത്, അതൊക്കെ നിങ്ങൾക്കിവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും. കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ കൊടുക്കുമ്പോൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സർവീസ് ഓൺ DL എന്ന ഭാഗം, അതുപോലെ തന്നെ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗം, അതുപോലെ തന്നെ അപ്ലോഡ് ഫോട്ടോ ആൻഡ് സൈനിച്ചർ എന്ന ഭാഗം, അതുപോലെ തന്നെ ഫ്രീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ആ ഭാഗം കൂടി. നിങ്ങൾ ഇങ്ങോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കംപ്ലീറ്റഡ് എന്ന്. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തത് ഇവിടെ 4 ഭാഗവും കംപ്ലീറ്റഡ് എന്ന് കാണുന്നുണ്ട്. ഇനി അങ്ങനെ ആ സ്റ്റാറ്റസിൽ കംപ്ലീറ്റഡ് അല്ല എങ്കിൽ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്തേ മതിയാകൂ. എങ്കിൽ മാത്രമേ നിങ്ങൾ കൊടുത്ത ആ അഡ്രസ്സിൽ കൃത്യമായിട്ട് ഇത് പോസ്റ്റലായിട്ട് വരികയുള്ളൂ. ഇവിടെ എല്ലാം കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നതുകൊണ്ട് എനിക്കിവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റഡ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അത് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് എന്ന ഭാഗത്ത് ക്ലിയർ ചെയ്ത് കംപ്ലീറ്റഡ് എന്ന് വരുന്ന രൂപത്തിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തേ മതിയാകൂ. എങ്കിൽ മാത്രമേ നിങ്ങൾ കൊടുത്ത അഡ്രസ്സിലേക്ക് ആ ഒരു ലൈസൻസ് വരികയുള്ളൂ. ഇനി നമ്മൾ കൊടുത്ത ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്ന ആ ഒരു 4 കാര്യങ്ങളും കംപ്ലീറ്റഡ് അല്ല, പെൻഡിങ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം അതുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരത്തെ കാണിച്ച അതേ സൈറ്റ് തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണും. ഇവിടെ തന്നെ നമ്മൾ നേരത്തെ 3 ലൈൻസിലാണ് ക്ലിക്ക് ചെയ്തത്. അതേ ലൈൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. നേരത്തെ സെലക്ട് ചെയ്ത പോലെ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ സ്റ്റേറ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് ഇവിടെ ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾ സ്കിപ്പ് കൊടുക്കുക. നേരത്തെ കൊടുത്ത പോലെ തന്നെ സ്കിപ്പ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഞാൻ നേരത്തെ ലൈസൻസ് മെനു എന്ന ഭാഗത്താണല്ലോ ക്ലിക്ക് ചെയ്തത്, അവിടെയല്ല ക്ലിക്ക് ചെയ്യേണ്ടത്. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് കേട്ടോ. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കംപ്ലീറ്റ് യുവർ പെൻഡിങ് ആപ്ലിക്കേഷൻസ്. അതായത് പെൻഡിങ് എന്ന് കാണുന്ന ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇവിടെ റെഡ് ഐക്കണിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെയാണ് നമുക്ക് പെൻഡിങ്ങിലായിട്ടുള്ള, അതായത് നമ്മൾ കൊടുത്ത ആ ഒരു കാര്യങ്ങൾ, ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റഡ് അല്ല, പെൻഡിങ് ആണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ക്യാപ്ചയും കൂടി ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത കംപ്ലീറ്റ് ഡീറ്റെയിൽസുകളും ഡോക്യുമെൻറ്റ്സുകളും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. പെൻഡിങ് എന്ന ഭാഗത്ത് അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഞാനിവിടെ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും. ഇവിടെയാണ് നമുക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. കാരണം ഞാൻ ഇതൊക്കെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആവും വീഡിയോ. നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. ഇവിടെ നിന്ന് തന്നെ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഫോട്ടോസോ അല്ലെങ്കിൽ സൈനിച്ചറോ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഒരു സൈനിച്ചറിൻ്റെ നിങ്ങളൊരു ഫോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യം നിങ്ങളുടെ മൊബൈലിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഫോട്ടോസും നിങ്ങളുടെ മൊബൈലിൽ വേണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കൂ. ഇനി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾ അപ്ലൈ ചെയ്ത ആ ഒരു അക്ഷയയിലോ അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ അപ്ലൈ കൊടുത്തത് അവിടെ തന്നെ സമീപിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ചെയ്ത് തരും. എങ്കിൽ മാത്രമേ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഇത് വരികയുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്കിത് കൃത്യമായിട്ട് കാണിച്ചെന്ന് ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾ ഒരിക്കലും തന്നെ RTO ഓഫീസിൽ സമീപിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അങ്ങനെ കറക്റ്റാണെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ, അതായത് അപ്ലൈ കൊടുത്ത ഡേറ്റ് ഇവിടെയുണ്ട്. ഈ ഡേറ്റ് മുതൽ 14 ദിവസത്തിനുള്ളിൽ, അതായത് 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ കൊടുത്ത അഡ്രസ്സിൽ കൃത്യമായിട്ടും പോസ്റ്റലായിട്ട് ഈ ഒരു ലൈസൻസ് വരുന്നതായിരിക്കും.
നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.